ഡൂസ്. അപ്പം ഞാനിന്ന് വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത് വേറൊന്നുമല്ല, ഇന്ന് നമ്മുടെ യൂട്യൂബിൽ പുതിയൊരു വീഡിയോ ഫസ്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി കൂടെയാണ്. അപ്പം അതിൻ്റെ കാര്യങ്ങളും അമ്പലത്തിൽ പോയി അങ്ങനെ കുറച്ച് പരിപാടികൾക്ക് കൂടെ ചേർത്ത് ഞാനൊരു വീഡിയോ സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പം എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഫസ്റ്റ് ആയതുകൊണ്ട് അതിൻ്റെ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്. അപ്പോൾ ഇന്ന് അതിന് എന്തൊക്കെയാണ് നമ്മുടെ പരിപാടി, ഇന്ന് നമ്മുടെ മുത്തിയമ്മാളുടെ പിറന്നാളാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമ്മളവിടെ പോകുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ആ എല്ലാ വീഡിയോ കൂടെയാണ് ഞാൻ സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഡെയിലി ഇന്ന് എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഇതിൽ വരും. അപ്പോൾ നമ്മളെല്ലാവരെയും പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇന്നാണ് നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോ ഇടാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നല്ലൊരു ദിവസമായിട്ട് തുടങ്ങാൻ തന്നെ ഞാൻ വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ കൃഷ്ണനെ തന്നെയാണ് കാണിച്ചത്. അപ്പോൾ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയൊക്കെ ആണല്ലോ. അപ്പോൾ അതിൻ്റെ കുറച്ച് പരിപാടികളൊക്കെ ആയിരുന്നു ഇന്ന്. അപ്പോൾ രാവിലെ തന്നെ അമ്മയുടെ റേഡിയോ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ജോലി തുടങ്ങുക. അപ്പോൾ രാവിലെ തന്നെ ഇന്നലെ തന്നെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് തുളസി മാല കെട്ടാൻ, പൂ കെട്ടാൻ വേണ്ടി പൂ കെട്ടാനല്ല, മാല കെട്ടാൻ വേണ്ടി പൂ വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നേരെ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ ആയിരുന്നു. കുറേ തെച്ചികൾ, പല കളറിലുള്ള തെച്ചികളൊക്കെയാണ്. അപ്പോൾ കുറച്ച് നമ്മൾ വീട്ടിൻ്റെ മുറ്റത്തുണ്ടായിരുന്നു, അത് പറിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ ക്യാമറാമാൻ എൻ്റെ ബാക്കിൽ നിന്ന് ഓരോ കോമഡി പറയുന്നുണ്ട്. ഫസ്റ്റ് വീഡിയോ ഉള്ളൂ, അപ്പോൾ അതിൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പോട്ടെ, അത് മൈൻഡ് ചെയ്തില്ല. പിന്നെ ഞാൻ അവിടുന്ന് കുറച്ച് പൂക്കൾ, മഞ്ഞ, പച്ചയില്ല കേട്ടോ, മഞ്ഞ, ചുവപ്പ്, ഓറഞ്ച്, അങ്ങനെ കുറച്ച് കളറിലെ തെച്ചികൾ എങ്ങനെയൊക്കെയോ വലിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് പുല്ലൊക്കെ പിടിച്ച് കിടക്കുമായിരുന്നു. അപ്പോൾ ആളെന്നെ കളിയാക്കുകയാണ്, അവിടെ വല്ല പാമ്പൊക്കെ ഉണ്ടാവും, നീ ഇപ്പോൾ കടി കൊണ്ടിട്ട് വരുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ പറിച്ചിട്ട് വന്നു. അതിൻ്റെ ഇടയിൽ അനിയത്തി വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളും എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കാര്യമില്ല. പിന്നെ അമ്മ പറഞ്ഞു ശരി എന്നാൽ കുറച്ച് തുളസി കൂടെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീട്ടിന് മുമ്പിൽ കുറച്ച് തുളസിയൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊണ്ടുപോയി കൊടുത്തപ്പോഴാണ് അമ്മ പറഞ്ഞത് അത് പോരാ, കുറച്ചുകൂടെ വേണമെന്ന് പറഞ്ഞു. ശരി എന്നാൽ കുറച്ചുകൂടെ പറിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് മുറ്റത്ത് പോകുമ്പോൾ മുറ്റത്തൊന്നുമില്ല, നേരെ മാമയുടെ പറമ്പിൽ പോയി വീണ്ടും അവിടുന്ന് കുറച്ച് തുളസി സംഭവങ്ങളൊക്കെ പറിച്ചിട്ട് വന്നു. അപ്പോൾ കുറച്ച് പറിച്ചിട്ട് വന്നപ്പോൾ അത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ മാല കെട്ടാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ വേണ്ടി നിന്നു. രാവിലെ ഇഡ്ഡലിയും കപ്പയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതാണ് ജിഷ്ണു ഏട്ടനും രണ്ടുപേരും ചേട്ടനും അനിയനുമാണ്. അപ്പോൾ ജിഷ്ണു ഏട്ടൻ ഇപ്പോൾ ഇറങ്ങിപ്പോണാണ്. ജിഷ്ണു ഏട്ടൻ ആൾ ജോലിക്ക് പോവാണ്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഒരു അമ്പലത്തിൽ, പാലക്കാടിനുള്ള അമ്പലത്തിലെ ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് ഉത്സവമായിരുന്നു, അവിടേക്ക് പോകുമായിരുന്നു. അപ്പോൾ എനിക്ക് ആ അമ്പലത്തിൻ്റെ പേരറിയില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി. ഞങ്ങൾ 3 പേരും കൂടെ പോയത്. അപ്പോൾ അവിടുത്തെ ഉത്സവമൊക്കെ കണ്ട് അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആദർശം എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു അവിടെ എന്ത് ഇത്ര വലിയ ക്യൂന്ന്. അപ്പോൾ അമ്പലത്തേക്കുള്ളതാണെന്നാണ് അവിടെ പറഞ്ഞത്. അത് അമ്പലത്തേക്കുള്ളതായിരുന്നില്ല, സദ്യക്കുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോയി. 9 ആനകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ 1 തിടമ്പേറ്റനാണ്, ബാക്കി 8 എണ്ണം കൂടെ നിൽക്കുന്ന പിന്നെ നിൽക്കുന്ന അങ്ങനെ എന്തോ ആനയൊക്കെ ആയിരുന്നു. അങ്ങനെ നേരെ നമ്മൾ ഉത്സവമൊക്കെ കണ്ട് ആനകളെയൊക്കെ കുറേ വീഡിയോ എടുത്തു. അതിൻ്റെ ഇടയിൽ നല്ലൊരു മഴ പെയ്തു. ആ മഴ പെയ്തപ്പോൾ തന്നെ ആ തിടമ്പേറ്റണ ആന ഒഴിച്ച് ബാക്കി എല്ലാ ആനകളെയും അവരാ നെറ്റിപ്പട്ടമൊക്കെ അഴിച്ചിട്ട് അവരെ വിട്ടു. അപ്പോൾ ഈ ആന കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര പാവം തോന്നി. എത്ര നേരം നിൽക്കണം, പാവങ്ങൾ കഷ്ടപ്പെട്ടിട്ടല്ലേ, അത് വല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഞാനത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ തൃശ്ശൂർ പൂരത്തിനൊക്കെ വരുന്ന ആനയാണെന്നാണ് പറഞ്ഞത്. എനിക്ക് വലിയ ആനകളെക്കുറിച്ചൊന്നും വലിയൊരു അറിവൊന്നുമില്ല, എന്നാലും ഞാനിങ്ങനെ അറിയാത്തപ്പോൾ ഇങ്ങനെ ചോദിക്കും. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങി ഒരു കമ്മലൊക്കെ വാങ്ങിച്ചു. അതല്ലെങ്കിൽ നമ്മളങ്ങനെയാണല്ലോ, ഉത്സവപ്പറമ്പിൽ പോയി ഓരോന്ന് കാണുമ്പോൾ ഒരു കൗതുകമാണല്ലോ. അപ്പോൾ തിരിച്ച് വരുമ്പോൾ വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് എനിക്ക് 2 സമൂസയൊക്കെ വാങ്ങി തന്നു. ഇതാണ് അമ്മ കിട്ടിയ മാല, അടിപൊളിയായിരുന്നു. നമ്മൾ അത് കഴിഞ്ഞ് നേരെ പോണത് നമ്മുടെ മുത്തശ്ശിയുടെ ബർത്ത്ഡേ ആയിരുന്നു, ആദർശൻ്റെ അമ്മയുടെ അമ്മ. അപ്പോൾ മുത്തശ്ശിയുടെ ബർത്ത്ഡേക്ക് പോവുകയാണ്. അവിടെയൊക്കെ അടിപൊളി ഒരു കുളമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ അവിടെ എത്തി. അവരൊക്കെ ബർത്ത്ഡേ ഫംഗ്ഷൻ്റെ തിരക്കിലായിരുന്നു. നമുക്കിന്ന് സദ്യയൊക്കെ അവിടെയാണ് ഉച്ചയ്ക്ക് ഫുഡ്. അപ്പോൾ സദ്യ കഴിക്കാനുള്ള ആ ഒരു തിടുക്കത്തിലൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു, വലിയച്ഛന്മാർ, വലിയമ്മമാർ, കസിൻസ്, ചെറിയമ്മ, അമ്മായി, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. ഇങ്ങനെ അവർ ഇടയ്ക്കിടയ്ക്ക്, ഇതാണ് തറവാട്, ഇവിടെയാണ് എപ്പോഴും കൂടുക. അപ്പോൾ നമ്മുടെ മുത്തശ്ശി
ബർത്ത്ഡേക്കാരി ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ നമ്മളത് കഴിഞ്ഞ് ഞാൻ കുട്ടികളുടെ സെക്ഷനിലാണ് പറഞ്ഞത്, ഞാൻ കുട്ടികളുടെ കൂടെ കയറിയിരുന്നു. അപ്പോൾ അവിടെ വലിയച്ഛൻ കളിയാക്കുന്നുണ്ടായിരുന്നു, നീ കുട്ടി എന്ന് പറയാൻ പറ്റില്ല, നീ കുട്ടിയല്ലെന്ന്. പക്ഷേ ഞാൻ സമ്മതിച്ചൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല, പറയാതിരിക്കാൻ പറ്റില്ല, നല്ല ഫുഡായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു നല്ല ഫുഡൊക്കെയാണ്, നല്ല അഭിപ്രായമൊക്കെ ആയിരുന്നു. അങ്ങനെ നേരെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അടുത്ത് കേക്ക് കട്ട് ചെയ്യാനുള്ള പരിപാടിക്കായിരുന്നു. അതിൻ്റെ ഇടയിൽ എല്ലാവരും തളർന്ന് അവശയായിരിക്കുകയാണ് ഫുഡ് അടിച്ച് പായസമൊക്കെ കഴിച്ചിട്ട്. അങ്ങനെ നമ്മൾ നേരെ കേക്ക് കട്ട് ചെയ്യാം എന്നുള്ള പ്ലാനിലേക്ക് എത്തി. അപ്പോൾ ഒരു കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മുത്തശ്ശിക്ക്. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടി ഞാനതിനൊരു പീസ് വേഗം എടുത്ത് മാക്ക് നടിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കേക്കൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഇത്രയൊക്കെയുള്ളൂ. ഞാനൊരു പരമാവധി ഒരു 6 മിനിറ്റിൻ്റെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിൽ കുറച്ച് കൂടുകയോ കുറയുമെന്നൊന്നും അറിയില്ല. അപ്പോൾ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് എന്തായാലും തെറ്റുകളുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ.